ഇറാൻ ഒരു ആണവ യുദ്ധത്തിന്റെ മുൻപിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് വേണം കരുതാൻ. ഇറാനിലെ യാഥാസ്ഥിക രാഷ്ട്രീയ നേതൃത്വം ഒരു അറ്റകൈ പ്രയോഗത്തിന് തിടുക്കം കൊടുക്കുന്നതായാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. പല യാഥാസ്ഥിക നേതൃത്വവും ഭരണകൂടത്തോട് ആവശ്യപ്പെടുന്നത് ഇറാൻ ആണവായുധം വികസിപ്പിക്കില്ല എന്ന കരാറിൽ നിന്നും പുറത്തു കടക്കണമെന്നാണ്. യാതൊരു അന്താരാഷ്ട്ര മര്യാദകളുമില്ലാതെ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തകർത്ത് ഇറാനെ വേരോടെ പിഴുതെറിയാൻ നോക്കുമ്പോൾ ഇറാൻ ആണവായുധ കരാറിന്റെ പേരിൽ ഉൾവലിഞ്ഞു നിൽക്കേണ്ടതില്ലെന്നും ആണവായുധം തന്നെയാണ് രക്ഷ എന്നുള്ളതിലേക്കും ഇറാൻ നേതൃത്വങ്ങളെ കൊണ്ടെത്തിക്കുന്നു എന്ന് വേണം പറയാൻ. അമേരിക്കയും ഇസ്രായേലും ഇറാനിലെ സിവിലിയൻ ആണവ കേന്ദ്രങ്ങൾ, സ്റ്റീൽ ഫാക്ടറികൾ, സർവകലാശാലകൾ എന്നിവയെ ലക്ഷ്യമാക്കി ആക്രമണം ശക്തമാക്കുമ്പോൾ ഇറാനിലെ രാഷ്ട്രീയ നേതാക്കൾ രാജ്യത്തെ ആണവായുധ നിർവ്യാപന കരാറിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണിപ്പോൾ. ഇനി അന്താരാഷ്ട്ര കരാറിൽ തുടരുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്നാണ് ഇറാൻ പാർലമെന്റിലെ ദേശീയ സുരക്ഷാ കമ്മീഷന്റെ വക്താവായ ഇബ്രാഹിം റസായി പറഞ്ഞത്. ടെഹ്റാനിലെ എം പിയായ മാലിക് ശരിയത്തി പറഞ്ഞത്, ഒരു പ്രധാനപ്പെട്ട ബിൽ പാർലമെന്റിൽ ഓൺലൈൻ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ഉടൻ പരിശോധിക്കുമെന്നാണ്. ശരിയത്തി പറയുന്നത്, ഈ ബിൽ പ്രകാരം പഴയ കരാറുകൾ ഒഴിവാക്കുക, ഇറാന്റെ ആണവ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സ്വാതന്ത്ര്യം നേടുക, പുതിയ സഖ്യരാജ്യങ്ങളുമായി ബ്രിക്സ് SCO ചേർന്ന് പുതിയ കരാറുകൾ ഉണ്ടാക്കുക എന്നതാണ്. ബാഹ്യശക്തി സമ്മർദ്ദങ്ങൾക്ക് മറുപടിയായി കടുത്ത നിലപാടുകാരായ നേതാക്കൾ മുമ്പ് തന്നെ NPT-യിൽ നിന്നും പുറത്തു കടക്കാനും ആണവ ബോംബ് വികസിപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇറാനിലെ പല പ്രമുഖ നേതാക്കളും പറയുന്നത്, അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അമേരിക്കയോടും ഇസ്രായേലിനോടും ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും ഇപ്പോഴത്തെയും കഴിഞ്ഞ 12 ദിവസത്തെയും ഇറാൻ ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണത്തിൽ IAEA തലവൻ റാഫേൽ ഗ്രോസി കുറ്റക്കാരനാണെന്നുമാണ്. ഇറാന്റെ സമാധാനപരമായ ആണവ പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹം നൽകിയ രാഷ്ട്രീയപരമായ റിപ്പോർട്ടുകൾ, ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണങ്ങളെ അദ്ദേഹം അപലപിക്കാത്തത്, ഇപ്പോൾ ശത്രുക്കളെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുക എന്നതുമൊക്കെ രാജ്യത്തെ തിരിച്ചു മാറ്റാൻ കഴിയാത്ത ഗുരുതരമായ തീരുമാനങ്ങളിലേക്ക് നയിക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. IAEA ഡയറക്ടർ റാഫേൽ ഗ്രോസി CBS ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്, ഏതൊരു യുദ്ധത്തിനും ഇറാന്റെ ആണവ പദ്ധതി മുഴുവനായി നശിപ്പിക്കാൻ കഴിയുകയില്ല. അതിന് സാധിക്കുക ആണവ യുദ്ധം പോലെയുള്ള അത്യന്തം ഭീകരമായ നാശനഷ്ടമുണ്ടാക്കുന്ന യുദ്ധത്തിലൂടെ മാത്രമേ കഴിയൂ എന്നാണ്. അതുപോലെ ഒന്നും സംഭവിക്കില്ലെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിനർത്ഥം ഇറാനെ സാധാരണ യുദ്ധത്തിലൂടെ തകർക്കാനാവില്ലെന്ന റാഫേൽ ഗ്രോസി തന്നെ അമേരിക്കയെ ബോധ്യപ്പെടുത്തുന്നു എന്ന് സാരം. ഇറാൻ നശിക്കണമെങ്കിൽ ഒരു ആണവായുധം ഇറാന് നേരെ പ്രയോഗിക്കണമെന്ന് റാഫേൽ ഗ്രോസി അമേരിക്കയും ഇസ്രായേലിനെയും ബോധ്യപ്പെടുത്തുന്നു. ഇറാൻ പാർലമെന്റിലെ അംഗമായ ഫദ ഹുസൈൻ മാലിക് പറഞ്ഞത്, IAEA ഡയറക്ടർ റാഫേൽ ഗ്രോസി കഴിഞ്ഞ കുറെ മാസങ്ങളായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രേരണ ചെലുത്തുന്ന ആളായി മാറിയിട്ടുണ്ട് എന്നാണ്. കൂടാതെ ആണവ ബോംബിനെ കുറിച്ചുള്ള ഗ്രോസിയുടെ പരാമർശം എല്ലാ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും ലംഘിക്കുന്നതും ഉത്തേജകമായി വർത്തിക്കുന്ന നടപടിയുമായി ആണ് എന്നാണ്. ഇറാൻ സത്യത്തിൽ ഇറാന്റെ സർവനാശം ഈ യുദ്ധത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാം തകരുന്നതിന് മുമ്പ് തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായ ഇസ്രായേലിന്റെ സർവനാശം അവർ ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാം തകരും മുമ്പ് അവർ ആണവായുധം സ്വായത്തമാക്കുകയും അത് വളരെ ഭംഗിയായി തന്നെ ഇസ്രായേൽ ആദ്യമായി പരീക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കില്ല എങ്കിൽ ഈ യുദ്ധവും വേണ്ടത്ര ശക്തിയെ ആർജിക്കാതെ കെട്ടടങ്ങുകയും ചെയ്യും എന്ന് നമുക്ക് ഊഹിക്കാം.